അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ജബ്ബാർ ഗാഫിരിൽ ദൻബി വഖാബിലി തൗബ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവൈലുൽ ലിൽ മുശ്രികീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് ഈ ഭൗതിക ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പടച്ച റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഖിലാഫത്തിന്റെ ഭൂമികയിൽ മനുഷ്യരായ നമ്മെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് സാമ്പത്തികമായി വ്യത്യസ്ത അനുപാതത്തിലാണ്. ധന്യതയുടെ മടിത്തട്ടിൽ ജനിച്ചു വീണ് ആനന്ദങ്ങളും ആർഭാടങ്ങളും ധന്യതയുമായി ലോകത്ത് കഴിയുന്ന, ലോകത്തെ തന്നെ വിലക്കെടുക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ രാജാക്കന്മാർ ഒരു ഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം പ്രാരാബ്ധങ്ങളുടെ നടുവിൽ ജനിച്ചു വീണ് ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി മരണം വരെ സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും മറുഭാഗത്തുണ്ട്. ഇങ്ങനെ ജീവിച്ചു പോരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ റമദാനിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനെ കുറിച്ച് സന്തുലിതത്തിന്റെ മാസമെന്ന്, തുല്യതയുടെ മാസം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ ശേഷിയും കഴിവും ധന്യതയുമുള്ളവർ പ്രയാസങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ കൈ പിടിക്കുമ്പോഴാണ് സമൂഹത്തിനിടയിൽ ആ സന്തുലിതാവസ്ഥ കടന്നു വരുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാം എന്ന് പറയുന്നത് ഭാഷാപരമായി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ പേടിപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമായി മാറേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഹറാമിന്റെയും ഹലാലിന്റെയും ഗൗരവം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതാണ്. ഇസ്ലാമിക ലോകത്തെ ചരിത്രം നമ്മളെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് കടന്നുപോയ സ്വഹാബത്ത് മുതൽ താബീഈങ്ങൾ മുതൽ സലഫു സാലിഹീങ്ങളൊക്കെ ആ മേഖലയിൽ അവർ കാണിച്ചിരുന്ന ഒരു ഗൗരവം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി തന്റെ പിതാവിന്റെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്.
ഒരു കൃഷിയിടത്തിൽ ഒരു മസ്റയിൽ ജോലിക്കാരനായി വേലക്കാരനായി പണിയെടുക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹിയുടെ പിതാവ്, ആ പിതാവ് പണിയെടുക്കുന്ന കൃഷിയിടത്തിലേക്ക് കൃഷിയിടത്തിന്റെ ഓണർ തന്റെ സുഹൃത്തുക്കളുമായി കടന്നു വരുന്നു. ആ തോട്ടത്തിൽ നിന്ന് നല്ല കുറച്ച് മുന്തിരി എടുത്തു കൊണ്ടുവന്ന് തന്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹിയുടെ പിതാവ് മുന്തിരികളുമായി കടന്നുപോയി. ആ മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത പുളി, ഈ പുളിയുള്ള മുന്തിരി ഇതെന്താണിത് എന്ന് പറഞ്ഞ് അവര് പ്രയാസം പ്രകടിപ്പിച്ചപ്പോ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹിയുടെ പിതാവിനോട് ഓണർ വീണ്ടും പറയുന്നു, കുറച്ച് നല്ല മുന്തിരി എടുത്തു കൊണ്ടുവാ. ആ സമയത്ത് വീണ്ടും മറ്റൊരു ഭാഗത്ത് പോയി കുറച്ച് മുന്തിരിയുമായി കടന്നു വരുമ്പോ ആ സുഹൃത്തുക്കൾ പറയുന്നു, ഇത് ചമർപ്പ. ആ സമയത്ത് ആ മുതലാളിക്ക് ദേഷ്യം വരുന്നു. 10 വർഷക്കാലമായി ആ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്ന തന്റെ ഒരു വേലക്കാരനായ തന്റെ പണിക്കാരൻ തന്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ തന്നെ അപമാനിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞപ്പോ പുളിയുള്ള മുന്തിരിയും രണ്ടാമത് പറഞ്ഞപ്പോ ചമർപ്പുള്ള മുന്തിരിയും കൊണ്ടുവരുന്നു. എന്താണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ ആ കൃഷിയിടത്തിലെ തൊഴിലാളിയായ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹിയുടെ പിതാവ് പറയുന്നു, 10 കൊല്ലം നിങ്ങളുടെ പറമ്പിൽ ഞാൻ പണിയെടുത്തിട്ട് ഒരു മുന്തിരി പോലും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. ഈ പറമ്പിൽ ഞാൻ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഈ പറമ്പിലെ ഒരു പഴം പോലും ഞാനൊന്ന് രുചിച്ചു നോക്കിയിട്ടില്ല. ഈ പറമ്പിൽ എവിടത്തെ മുന്തിരിയാണ് മധുരമുള്ളത് എന്നോ, എവിടെയുള്ള മുന്തിരിയാണ് പുളിയുള്ളത് എന്നോ, എവിടെയുള്ള മുന്തിരിയാണ് ചമർപ്പുള്ളത് എന്നോ എനിക്കറിയില്ല. കാരണം എന്താ, നിങ്ങൾ എനിക്ക് അതിന് അനുവാദം തന്നിട്ടില്ല. അനുവാദമില്ലാത്ത മുതൽ കഴിച്ചാൽ അത് ഹറാമാണെന്ന് എനിക്കറിയാം. ഇതാണ് പ്രിയപ്പെട്ടവരെ ഹറാമിന്റെ ഗൗരവം. ചമ്രവട്ടത്ത് നിന്ന് പൊന്നാനിയിലേക്ക് തോണിയിൽ 2 വെറ്റിലക്കെട്ടുകളുമായി കടന്നു പോകുന്ന ഒരു സാധുവായ മനുഷ്യൻ, ആ സാധുവായ മനുഷ്യൻ 2 ചെറിയ വെറ്റിലക്കെട്ടുകളുമായി പോകുമ്പോ കേരളത്തിന്റെ സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കാരണവരെ 2 കെട്ട്? ഈ ചെറിയ 2 കെട്ടും കൂടി ഒന്നാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോ ആ കാരണവർ പറയുന്നു, ഒന്ന് ഇന്നത്തെ തളിർ വെറ്റിലയാണ്, രണ്ടാമത്തെ കെട്ട് ഇന്നലത്തെ കുറച്ച് വാടിയ വെറ്റിലയാണ്. സി രാധാകൃഷ്ണൻ ചോദിച്ചു, ഇത് രണ്ടും കൂടി ഒന്നാക്കിയ ലാഭം കിട്ടൂലേ? ആ സാധുവായ കാരണവരെ കുറിച്ച് സി രാധാകൃഷ്ണൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ എനിക്ക് ചെയ്യാം, പക്ഷെ മുകളിൽ ഇരിക്കുന്ന റബ്ബിനോട് ഞാൻ എന്ത് മറുപടി പറയുമെന്നാണ്. ഒരു സാധാരണക്കാരായ മുസ്ലിം കാരണവരുടെ മനസ്സിലുണ്ടായിരുന്ന ഹറാമിനെ കുറിച്ചുള്ള പേടിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജനങ്ങൾക്കിടയിലേക്ക് ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം വരുമ്പോ എന്താണ് ഹറാമ് എന്നോ എന്താണ് ഹലാല് എന്നോ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലം ജനങ്ങളെ നിങ്ങൾക്കിടയിലേക്ക് കടന്നു വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് സൂചിപ്പിച്ചു വരുന്നത്, പോക്കറ്റ് അടിച്ച പണം ഹറാമാണെന്ന് നമുക്കറിയാം, കൈക്കൂലി വാങ്ങിയ പണം ഹറാമാണ് എന്ന് നമുക്കറിയാം, മോഷ്ടിച്ച പണം ഹറാമാണ് എന്ന് നമുക്കറിയാം. സകാത്തിന്റെ വിഹിതത്തിൽ ഒരു നയാ പൈസ ബാക്കിയായാൽ ആ പണം ഹറാമാണ് എന്ന് നമ്മൾ പഠിക്കാറില്ല. മോഷ്ടിച്ച പണവും കൈക്കൂലി വാങ്ങിയ പണവും അന്യായമായി സമ്പാദിച്ച പണവും ഹറാമാണെന്നറിയുമ്പോ അതേ ഹറാമിന്റെ ഗണത്തിലാണ് സകാത്ത് കൊടുക്കാത്ത പണം എന്ന് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. ഞാൻ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നമ്മളൊരു നാട്ടിൽ വിളിച്ച് നമ്മളുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോ ആ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളോട് നമ്മൾ ചോദിക്കും, അവൻ പള്ളിയിൽ നമസ്കരിക്കാനുണ്ടാവാറുണ്ടോ? പള്ളിയിൽ നമസ്കരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം തീർന്നു. നമ്മുടെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് ഇന്നേ വരെ, ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളും കല്യാണ അന്വേഷണത്തിൽ അവൻ സക്കാത്ത് കൊടുക്കുന്നവനാണോ എന്ന് ചോദിക്കാറില്ല. അപ്പൊ നമ്മളെ ന്യായം എന്താ? സക്കാത്ത് അവനും അള്ളയും തമ്മിലുള്ള വിഷയല്ലേ എന്നാ? നമസ്കാരം അവനും അള്ളയും തമ്മിലുള്ള വിഷയല്ലേ? എന്താ പ്രിയപ്പെട്ടവരെ ആ ഗൗരവം നമ്മുടെ മുന്നിൽ നഷ്ടപ്പെട്ടു പോയത്? ആ ഗൗരവം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൂടെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഗൗരവത്തോടെയാണ് ദീനുൽ ഇസ്ലാം ഈ വിഷയത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അൽഅഹദു അല്ലദീ ബൈനനാ വബൈനഹു അസ്സലാ,
വമൻ തറകഹ ഫഖദ് കഫറ. ഞാനും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ കാഫിറാണ് എന്ന് ചെറുപ്പം മുതലേ മദ്രസയിൽ നമ്മൾ ആവർത്തിച്ച് പഠിച്ചതാ. അതുകൊണ്ട് ആ ബേജാർ നമ്മുടെ മനസ്സിലുണ്ട്, നമസ്കരിക്കാത്തവർ കാഫിറാണ്. എന്നാൽ സകാത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വവൈലുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് നാശം. എങ്ങനെയുള്ള മുശ്രിക്കീങ്ങൾ? അല്ലദീന ലാ യുഅ്തൂന സകാത, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കീങ്ങൾക്ക് നാശം. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ പരലോകത്തെ കുറിച്ച് അവർ കാഫിരീങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കാത്തവർ മുശ്രിക്കും കാഫിറുമാണ് എന്ന ഒരർത്ഥത്തിലേക്ക് നമ്മൾ അതിനെ കൂട്ടി വായിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള വിഷയമായി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇന്ന് രണ്ടത്താണിയിൽ നിന്ന് ഇങ്ങോട്ട് ക്ലാസ്സിന് വരുമ്പോ രണ്ടത്താണിയിലെ ആരെങ്കിലും ഒരാൾ എന്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ തന്നിട്ട് പറയുന്നു, അൻസാറിൽ ഏതായാലും ക്ലാസ്സിന് പോവാണല്ലോ, ഇന്ന ആളെ കണ്ടാൽ ആ 50 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഏതായാലും ഞാൻ അവിടെ പോവാണല്ലോ. അങ്ങനെ ഞാൻ ആ ക്യാഷുമായി വന്ന് ഇവിടത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ അയാളെ കണ്ടു. ഞാൻ സലാം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ പൈസ കൊടുക്കാതെ ഞാൻ രണ്ടത്താണിക്ക് എന്നെ തിരിച്ചുപോയി. രാത്രി 10:30 മണിയാവുമ്പോ രണ്ടത്താണി നാള് വിളിക്ക, നിന്നാള് വന്നു പൈസ തന്നോ? ഏയ് പൈസ തന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണല്ലോ. അപ്പൊ ഇവിടുന്ന് പറയാ, എന്നോട് സലാം പറഞ്ഞു, എന്നോട് വർത്താനം പറഞ്ഞു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പക്ഷെ പൈസ തരാതെ പോയി. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുക? കള്ളൻ, താടി വെച്ച് ഈ ക്ലാസ് എടുക്കാൻ വന്നിട്ട് കള്ളത്താടി എന്ന് പറയും, വഞ്ചകൻ എന്ന് പറയും, ചതിയൻ എന്ന് പറയും. അല്ലേ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പണമാണിത്. നമുക്ക് ശമ്പളമായി കിട്ടുന്നത്, നമുക്ക് അനന്തര സ്വത്തായി കിട്ടുന്നത്, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ പണം അള്ളാഹു നമുക്ക് നൽകിയ പണമാ. നമ്മുടെ കൂടെ സ്കൂളിൽ പഠിച്ച 1ാം റാങ്കുകാരൻ ചിലപ്പോ ബിസിനസ് പച്ച പിടിക്കാതെ പുറത്തിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയ പരിശ്രമങ്ങൾ നടത്തി അധ്വാനം നടത്തിയവർ വലിയ സാമ്പത്തികമായ മേന്മയില്ലാതെ പുറത്തു നിൽക്കുമ്പോ അള്ളാഹു നമുക്ക് സാമ്പത്തികമായ ധന്യത നിന്ന് അള്ളാഹ് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ വിശ്വസിച്ചേൽപ്പിച്ചതിൽ നിന്ന് നമ്മളോട് കൊടുക്കാൻ പറയുമ്പോ നമ്മൾ കൊടുക്കാതിരുന്നാൽ നാളെ പരലോകത്ത് അള്ളാഹ് നമ്മളെ വഞ്ചകനെന്ന് വിളിക്കൂലേ? അള്ളാഹു നമ്മളെ ചതിയനെന്ന് വിളിക്കൂലേ? അള്ളാഹു നമ്മളെ കള്ളനെന്ന് വിളിക്കൂലേ? എന്താ പ്രിയപ്പെട്ടവരെ ഗൗരവം നമുക്കില്ലാത്തത്? നമ്മൾ എന്താണ് ഇസ്ലാമിലെ സക്കാത്ത് എന്ന് നമ്മൾ തിരിച്ചറിയാം. 10 ലക്ഷം രൂപ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് മിച്ചമായി നൽകിയാൽ, 10 ലക്ഷം രൂപ എനിക്ക് മിച്ചമായി നൽകിയാൽ അതിൽ 9,75,000 രൂപ എനിക്ക് എന്തിനും ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കാം. എനിക്ക് കാറ് വാങ്ങാം, എന്റെ ബൈക്കിന്റെ മോടി പിടിപ്പിക്കാം, എനിക്ക് ഐഫോൺ വാങ്ങാം, എന്റെ മകളുടെ കല്യാണം കളറാക്കി നടത്താം, ഒക്കെ ശരി. പക്ഷേ 25,000 രൂപ അതെനിക്ക് തൊടാൻ പറ്റൂല. അതാ സക്കാത്ത്. ആ 25,000 രൂപ ഞാൻ കൊടുക്കുന്നത് നാട്ടിലെ പ്രമാണിമാരായ ആളുകൾക്കല്ല. വാപ്പാനെ പരലോകത്തെങ്കിലും കാണുമോ എന്ന് ചോദിക്കുന്ന യതീം മക്കളുണ്ട് ലോകത്ത്, സാധുവായ ഫക്കീറന്മാരായ ആളുകൾ. അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവർ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഇൻസുലിൻ കിട്ടിയാൽ ജീവൻ നിലനിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ആ 25,000 രൂപ കൊടുക്കണമെന്നാ പറഞ്ഞത്. അങ്ങനെയാകുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമ്മുടെ സക്കാത്ത് പൂർത്തീകരിക്കപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് എന്തൊക്കെ വിഷയത്തിലാ സംശയം. ദുഹാ നമസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? തറാവീഹ് നമസ്കാരം 8 നമസ്കരിച്ച് 3 വീട്ടിൽ പോയി നിസ്കരിച്ചാ പറ്റുമോ? അതോ 11 പള്ളിയിൽ തന്നെ നമസ്കരിക്കണോ? ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, ഇങ്ങനെ തുടങ്ങി ദുനിയാവെന്ന് സംശയം തീരൂല. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാം നല്ലതാണ്. പക്ഷെ ഇതൊക്കെ സുന്നത്താണോ? സക്കാത്ത് ഫർളായ സക്കാത്തിന്റെ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ആ ഒരു ഗൗരവത്തോടുകൂടി അതിനെ കാണാൻ നമുക്ക് കഴിയാത്തത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് വാജിബാണെന്ന് നമുക്കറിയാം. സക്കാത്ത് വാജിബാണെങ്കിൽ സക്കാത്തിന്റെ കണക്ക് നോക്കൽ പഠിക്കലും വാജിബായി നമ്മൾ പഠിക്കണം, അല്ലേ? നമസ്കരിക്കുന്ന ആള് ളുഹുർ നമസ്കരിക്കുമ്പോ അത് തൽക്കാലം 3 റക്അത്ത് മതി തീരുമാനിക്കാറില്ല. സുബ്ഹി 2 നമസ്കരിക്കുമ്പോ ഇന്നിപ്പോ നേരല്ല, വേഗം പോകാനുള്ളതാണ്, 1 റക്അത്തിൽ പരിമിതപ്പെടുത്താറില്ല. നമസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ആരും വേണ്ടെന്ന് വെക്കാറില്ല. എന്ന് പറഞ്ഞ നമസ്കാരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ സക്കാത്തിൽ അഡ്ജസ്റ്റ്മെന്റ്? സക്കാത്തിന്റെ കണക്ക് വളരെ കൃത്യമാ പ്രിയപ്പെട്ടവരെ.
ഒരു വർഷം തികയുമ്പോ എന്റെ കയ്യിൽ മിച്ചമായിട്ടുള്ളത് എന്ത് എന്ന് ഞാൻ നോക്കുന്നു. എന്റെ അക്കൗണ്ടിൽ എന്താണ് ബാക്കിയുള്ളത്, എന്റെ വീട്ടിൽ അലമാറയിൽ എന്താണ് ബാക്കിയുള്ളത്, എന്റെ കയ്യിൽ സ്വർണമായോ ബിസ്ക്കറ്റായോ നാണയമായിട്ടോ എന്താണ് ബാക്കിയുള്ളത്, എന്റെ ബിസിനസ്സിൽ കച്ചവട ചരക്കായിട്ട് എന്താണ് ബാക്കിയുള്ളത്, ഇങ്ങനെ ഒക്കെ കൂട്ടുക. 2.5%. ഇതാണ് സക്കാത്ത്. ഇതിൽ വലിയ ബേജാറിന്റെ പ്രശ്നമൊന്നുമില്ല. ഇനിയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 5000 രൂപ ശമ്പളം കിട്ടുന്ന തൊഴിലുറപ്പിന്റെ പണിക്കാർ സുന്ദരമായി ജീവിക്കുന്ന നാട്. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നവർക്ക് തികയുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചത് എങ്ങനെയാ? ചെലവ് കുറച്ച്, അല്ലെ? ചെലവ് കുറച്ച് ബാക്കിയുള്ള പണം. ഏതാ ചെലവ്? കണ്ടം വെച്ച കുപ്പായം ധരിച്ച ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മുടെ അടിസ്ഥാനപരമായ നിലനിൽപ്പാണ് പ്രിയപ്പെട്ടവരെ ചെലവെന്ന് പറഞ്ഞാൽ. ആ ചെലവ് കഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പണത്തിനും കുറച്ച് ബേജാറിപ്പോ തോന്നും. ഇപ്പൊ സ്വർണത്തിന്റെ സക്കാത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഖുതുബ പറഞ്ഞപ്പോ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മൗലവി ഇക്കൊല്ല 80,000 രൂപ കൊടുക്കണം. ഞാൻ ചോദിച്ചു, 10-30 ലക്ഷം കയ്യിലുള്ളതുകൊണ്ടല്ലേ? അത് ചിന്തിക്കുന്നില്ല. 80,000 രൂപ സക്കാത്ത് കൊടുക്കണം, അത് ബേജാറാ. പ്രിയപ്പെട്ടവരെ, 80,000 രൂപ സക്കാത്ത് കൊടുക്കണമെങ്കിൽ മിനിമം ഒരു 28 പവനെങ്കിലും വേണം. അവിടെ എന്താ? അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചിട്ട് സക്കാത്തിനാണ് കൊടുത്താൽ തീർന്നു പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമുക്കൊരു സംശയം വരും, ധരിക്കുന്ന ആഭരണത്തിന് കുറച്ചു പോരെ? ഞാനത് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മളൊരു ബിസിനസ്സിൽ കുടുങ്ങിയാൽ എന്തൊക്കെ വെക്കോ അതൊക്കെ അതിൽ കൂട്ടണമെന്നാ. പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് തന്നെയാണ്, അല്ലെ? ഒരു ബിസിനസ് തുടങ്ങണം, നാളെ നിങ്ങൾക്ക് 1 കോടി രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് 30 ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യന്റെ അടുത്തുള്ളതും മക്കളെടുത്തുള്ളതും ഒക്കെ എടുക്കും നമ്മള്. കാരണം എന്താ? അത് സമ്പത്ത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നയാ പൈസ ബാക്കിയാവാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഫ്രൂട്ട്സ് എടുത്ത് അത് വെള്ളത്തിലിടും, പച്ചക്കറികൾ എടുത്ത് വെള്ളത്തിലിടും. എന്തിനാ? അതിന്റെ വിഷാംശം പോവാനാ. എന്നാലും കുറച്ച് വിഷാംശം ബാക്കിയാവും. ആ വിഷം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ വിഷാംശത്തെ വലിച്ചെടുക്കുക എന്ന ദൗത്യമാണ് നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ലിവറും കിഡ്നിയും ആ വിഷാംശങ്ങളെയും കെമിക്കൽസിനെയും ഫിൽട്ടർ ചെയ്യുക എന്ന ദൗത്യം നിർത്തിയാൽ പ്രിയപ്പെട്ടവരെ, കാലിന് നീര് വന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിഡ്നിക്ക് ഫെയിലിയറായി ഡയാലിസിസിന് വിധേയമാകും, അല്ലേ? അതുപോലെ നമ്മുടെ സമ്പത്ത് ഫിൽട്ടർ ചെയ്യപ്പെടണം. നമ്മുടെ സമ്പത്തിലെ വിഷമാണ് നമ്മുടെ സക്കാത്ത്. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാം. നമ്മുടെ സമ്പത്തിലെ വിഷമാണ് സക്കാത്ത്. നമുക്ക് വിഷാണ്. അത് കിട്ടേണ്ടവരിലേക്ക് എത്തുമ്പോ അവർക്കത് അർഹതപ്പെട്ടതായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു നിലക്കും ആ ഒരു വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്, കഴിഞ്ഞ വർഷം ഒരു സുഹൃത്തിനോട് സക്കാത്തുമായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, ഇക്കൊല്ലത്തെ കോട്ട തീർന്നു. ഞാൻ ചോദിച്ചു, എത്രേ? അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് ഒക്കെ കൂടി കൂട്ടിയാൽ ഒരു 6000-7000 രൂപ വരും. ഞാൻ 8000 കൊടുത്തു എന്നാ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ അദ്ദേഹത്തിന്റെ ശമ്പളം കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് കോറിയുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് റബ്ബർ എസ്റ്റേറ്റും അടക്ക കമുങ്ങുള്ള ഒരു തോട്ടവും ഉള്ളത് കൃത്യമായി അറിയാമെന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കലും പോരാ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവന്റെ അടിസ്ഥാനപരമായ ചെലവൊക്കെ കുറിച്ച് കണക്ക് നോക്കിയപ്പോ 47,712 രൂപ സക്കാത്ത. കൊടുത്തത് 6000 രൂപ അല്ലെങ്കിൽ 8000 രൂപ. 47,712 രൂപ സക്കാത്ത. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ലോകത്ത് നമുക്കറിയാം, ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ആളുകൾക്കൊക്കെ സ്പാർക്കിലൂടെ കണക്ക് വരിക. ഒരു കൊല്ലം തികയുമ്പോൾ സ്പാർക്കിന്റെ റിപ്പോർട്ട് എടുത്താൽ മതി. എന്നിട്ട് 2.5 അല്ലെങ്കിൽ ചെലവ് കുറച്ചിട്ട് ബാക്കി 2.5% 40 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും നമുക്ക് സക്കാത്ത്. ഇന്നിപ്പോ നമുക്കറിയാലോ, നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് ആയിട്ട് ലിങ്ക് ചെയ്തതാ. അപ്പൊ നമുക്ക് വരുന്ന മുഴുവൻ വരുമാനവും നമ്മുടെ അക്കൗണ്ടിലൂടെ കൃത്യമായി കിട്ടും. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് ടാക്സ് വെട്ടിക്കാൻ, സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചില ബിസിനസ് ഭാര്യന്റെ പേരിലാക്കാം, നമ്മളെ ചില ബിസിനസ് മക്കളുടെ പേരിലാക്കാം. അങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ആധാർ കാർഡ് കണക്ട് ചെയ്താൽ
ലിങ്ക് ചെയ്താൽ ആ ആധാർ കാർഡിന്റെ ബലത്തിൽ ഇത് കണ്ടെത്താൻ കഴിയുന്ന സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ നിൽക്കണ അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയില്ലേ? അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയില്ലേ? നമ്മൾ എവിടേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, ആർക്കൊക്കെ മാറ്റിക്കൊടുത്തത്, ആരെ അള്ളാനെ നമ്മൾ പറ്റിക്കണത്? അതുകൊണ്ട് പടച്ചറപ്പ് നമ്മളെ വെറുതെ വിടൂല, നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ വിഷയം എന്താ? പ്രാർത്ഥന സ്വീകരിക്കൂല. അത് നമ്മുടെ കല്യാണം കെട്ടിച്ചയക്കുമ്പോ നമ്മളിത് ചിന്തിക്കണം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? എന്റെ മോളെ കെട്ടുന്നവൻ ഹറാമ് ഭക്ഷിക്കുന്നവനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞില്ലേ? നമ്മൾ ആ പൈസ കൊണ്ട് വീട്ടിലുള്ള ശ്വാസം മുട്ടലുള്ള വല്യപ്പാക്ക് മരുന്ന് വാങ്ങിക്കൊടുത്ത വല്യപ്പാന്റെ ശ്വാസം മുട്ടൽ മാറൂല. ആ പൈസ കൊണ്ട് മോളെ കല്യാണം നടത്തിയ അത് ഡൈവേഴ്സ് ആവും. ആ കല്യാണം ആ പൈസ കൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠനത്തിന് കൊടുത്ത മക്കള് പിടുത്തം വിടും. എന്നിട്ട് നമ്മൾ ഇന്റെ മോനെന്താ നല്ല രൂപത്തിൽ വരാത്തത് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. നീ ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത് ഇന്ന് ഞാൻ സക്കാത്തുമായി ബന്ധപ്പെട്ട് എന്റെ കോളേജിലെ ഒരു സുഹൃത്തിനോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു, ഞാൻ സക്കാത്ത് കൊടുക്കാറുള്ളത് അവസാനത്തെ 10 വീട്ടിൽ വരുമല്ലോ, ഒരിക്കൽ ഇങ്ങനെ കൊടുക്കും. ബാക്കി ഞാൻ ഉമ്മാക്കൊരു 1000 റുപ്യ, പെങ്ങന്മാർക്കും എല്ലാവർക്കും 500 റുപ്യ വീതം, പെങ്ങന്മാരെ മക്കൾക്ക് 100 റുപ്യ വീതം. ഇങ്ങനെ സക്കാത്ത് ഉണ്ടോ? ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിന് 8 അവകാശികളുണ്ട്. ആ 8 അവകാശികൾക്കാണ് സക്കാത്ത് കൊടുക്കുന്നത്. ഒരു ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട്, സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? നേരിട്ട് പറഞ്ഞാൽ പറ്റൂല. ആ ഡയാലിസിസ് പേഷ്യന്റിന് സക്കാത്ത് കൊടുക്കാം എപ്പോ? അദ്ദേഹം ഫഖീറാവണം, അല്ലെങ്കിൽ അദ്ദേഹം മിസ്കീനാവണം. കാരണം എന്താ? 8 ഗണത്തിൽ രോഗിയില്ല. യത്തീമക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? യത്തീമക്കൾ ധനികര കുടുംബത്തിൽപ്പെട്ടതാണെങ്കിൽ പറ്റൂല. ആ യത്തീമക്കള് ഒന്നുകിൽ ഫഖീറാവണം, അല്ലെങ്കിൽ മിസ്കീനാവണം, അല്ലെങ്കിൽ പറയപ്പെട്ട 8 ഗണത്തിൽ പെടണം. ആ 8 വിഭാഗത്തിൽ പെട്ടാലേ പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വതക്ക കൊടുക്കാലോ. ഈ 8 വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നതും, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നതും, പള്ളിയിൽ പിരിവിന് വരുന്നവർക്ക് കൊടുക്കുന്നതും എല്ലാം കൂടി കണക്ക് കൂട്ടി ഇക്കൊല്ലം ഞാൻ കൊടുത്തത് 10,000 രൂപയായി, അതാണ് സക്കാത്ത് എന്നതല്ല. സക്കാത്ത് കൃത്യമായി അതിന്റെ അവകാശികളിലേക്ക് എത്തിയിരിക്കണം. അല്ല എങ്കിൽ ആ സക്കാത്ത് വീടുകയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സംഘടിതമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പരിചയത്തിലോ നമ്മുടെ നാട്ടിലോ വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറഞ്ഞ 8 വിഭാഗം ആളുകൾ, അവരിലേക്ക് സക്കാത്ത് കൊടുക്കണം. അപ്പോഴേ പ്രിയപ്പെട്ടവരെ ആ സക്കാത്ത് വീടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ കാര്യങ്ങളൊക്കെ സുന്ദരമായി നടക്കുന്നു. ഇതിന് പുറമെ നമുക്ക് കൊടുക്കാനുള്ളതാണ് നമ്മൾ സ്വതക്ക എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസ്സിന് വരുമ്പോഴൊക്കെ പലരും ചോദിക്കല്ലോ, പല സംവിധാനങ്ങൾക്കും ചിലതൊക്കെ സക്കാത്തിന്റെ പരിധിയിൽ പെടുന്നതുണ്ടാവാം, അല്ലാത്തതൊക്കെ സ്വതക്കയാണ്. എന്താ സ്വതക്ക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ആടിനെ അറുത്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു വിതരണം ചെയ്യാൻ. വൈകുന്നേരം വന്ന് റസൂലുള്ള ചോദിച്ചു, വല്ലതും ബാക്കിയുണ്ടോ? ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തോലെല്ല് ബാക്കിയുണ്ട്. ചില സ്ത്രീകൾ അങ്ങനെയാണല്ലോ, എല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മുടെ ഉമ്മ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ തോലെല്ല് മാറ്റിവെച്ചതാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ തോലെല്ല് നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. കാരണം എന്താ? അത് ഇവിടെ നമ്മൾ തിന്നു തീരും. ബാക്കി വിതരണം ചെയ്തത് മുഴുവൻ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഉപകാരമായി മാറും. നമ്മളിപ്പോ ഈ തറാവീഹ് നമസ്കാരം ഇവിടെ നടക്കുമ്പോ പുത്തനത്താണിയിലേക്ക് പോയാൽ, തിരൂരിലേക്ക് പോയാൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിലേക്ക് പോയാൽ, അവിടെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ഫുൾജാറ് സോഡയും, പേരറിയുന്നതും പേരറിയാത്തതുമായ സോഡയാണ്. ഞാനൊരു അങ്ങാടിയിൽ കണ്ടു, അതിന്റെ മുമ്പിൽ ഫുൾജാറ് സോഡ കുടിച്ചില്ലെങ്കിൽ ചരിത്രം പോയിനാ. പ്രിയപ്പെട്ടവരെ, തിന്നതിനെന്ത് ചരിത്രമാ ലോകത്ത്? തിന്നതിന് ലോകത്ത് ഒരു ചരിത്രവുമില്ല, കുടിച്ചതിനും ലോകത്തൊരു ചരിത്രവുമില്ല. എന്നാൽ കുടിക്കാത്തത് ലോകത്ത് ചരിത്രമാണ്. കഴിക്കാത്ത ഭക്ഷണം ലോകത്ത് ചരിത്രമാണ്. യർമൂക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ മരണത്തോട് മല്ലിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരിറക്ക് ദാഹജലം ചോദിക്കുന്ന സമയത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വെള്ളവുമായി കടന്നു വരുമ്പോ തൊട്ടപ്പുറത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു കരയുന്നു വെള്ളത്തിന് വേണ്ടി. ആ വെള്ളം വേണ്ടെന്ന് പറയുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പുറത്ത് മറ്റൊരാൾ കരയുന്നു. അങ്ങോട്ട് വെള്ളവുമായി കടന്നു ചെല്ലുമ്പോഴേക്ക് മൂന്നാമത്തവൻ മരണപ്പെട്ടു പോയി. സങ്കടത്തോടെ രണ്ടാമത്തവന്റെ അടുത്തേക്ക് വരുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി.
സങ്കടത്തോടെ ഒന്നാമത്തെ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വരുമ്പോ ഹാരിസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ആ മൂന്നാളും വെള്ളം കുടിച്ചില്ല. അപ്പൊ ലോകത്തെ ചരിത്രമാണ്. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അത് ചരിത്രമാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഒരു അതിഥിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വല്ലതുണ്ടെന്ന് ഭാര്യനോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഭക്ഷണമുണ്ട്, എന്നാൽ മക്കളെ ഉറക്കിക്കെടുത്ത് ഞാൻ റസൂലിന്റെ അതിഥിയുമായിട്ട് വരാം. ത്വൽഹ റളിയല്ലാഹു അൻഹു അതിഥിയുമായി കടന്നു വന്ന് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ രണ്ടുപേരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോ ഭാര്യയോട് വിള കണക്കാൻ പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ലൈറ്റ് ഓഫ് ആക്കാൻ. കാരണം എന്താ, ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ. തന്റെ അതിഥി ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ കൂടെ ഇരുന്ന് അഭിനയിക്കാം. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ പത്തിരി കഴിച്ചിട്ടില്ല. ലോകത്ത് ഇന്നും അത് ചരിത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, കഴിക്കാത്ത ഭക്ഷണവും കുടിക്കാത്ത വെള്ളവുമാണ് ലോകത്തെ ചരിത്രം. കുടിച്ച ഫുൾജാറസോടെ ഒരു ചരിത്രമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മളിലുള്ള സാമ്പത്തികമായി റബ്ബ് നൽകിയ സഹായം, ഇതൊക്കെ അള്ളാന്റെ കഴിവാണല്ലോ. പ്രിയപ്പെട്ടവരെ, 2 വർഷം മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് വെള്ളയിൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സമീപത്ത് ഒരു ഉന്തുവണ്ടിയുമായി നടന്നിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഉന്തുവണ്ടിയിൽ എഴുതി വെച്ചത് നിതാക്കാത്ത് കുലുക്കി സർബത്ത് എന്നാണ്. 5-6 ലക്ഷം രൂപ ശമ്പളം വാങ്ങി സൗദിയിൽ ജോലി ചെയ്തവൻ നിതാക്കാത്ത് എന്ന് പറയുന്ന നിയമം വന്നപ്പോ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അപ്പോഴേക്ക് ഭാര്യയ്ക്ക് ക്യാൻസറായി. സമ്പാദിച്ച പണം മുഴുവൻ അവിടെ ചെലവായി അവസാനം കടക്കാരനായി മാറി. കോഴിക്കോട് കടപ്പുറത്ത് കുലുക്കി സർബത്ത് കുലുക്കേണ്ട ഗതികേടിലേക്ക് വന്നു. ഇത്ര പണിയുള്ളൂ. ഒന്ന് കാർക്കിച്ച് തുപ്പുമ്പോ ഒരു രക്തത്തിന്റെ ഒരു അടയാളം, നമ്മുടെ തൊലിയിൽ ഒരു ചെറിയ മാറ്റം, അതോടുകൂടി തീരുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയ സമ്പത്ത് അള്ളാഹ് ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ ഈ റമദാനിൽ ഒരു മടിയുമുണ്ടാകരുതേ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോ ഇൻഷാ അള്ളാഹ് നമ്മുടെ പള്ളി കുറെ കൂടി സജീവമാവുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ സന്തോഷത്തോടുകൂടി ഈ പള്ളിയിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ കുളിർമയേകുന്ന ഈ AC-യുടെ തണുപ്പിൽ സുന്ദരമായി ഇബാദത്ത് നിർവഹിക്കാൻ പടച്ച റബ്ബ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാളെ മുതൽ ഇഅ്തികാഫ്, നാളെ മുതലല്ല എന്നും നടക്കും. പക്ഷെ അവസാനത്തെ 10ലേക്ക് എത്തുമ്പോ നമ്മൾ സജീവമാകുന്നു. അരക്കെട്ട് മുറുക്കിയെടുത്ത് കുടുംബത്തെ വിളിച്ചുണർത്തി രാത്രിയെ പകലാക്കി മാറ്റി രാത്രിയിൽ നമസ്കാരവും ഖുർആൻ പാരായണവും ഇബാദത്തുകളും ഖിയാമുൽ ലൈലുമായിട്ട് നമ്മുടെ പള്ളി ഇൻഷാ അല്ലാഹ് സജീവമാവുകയാണ്. നിങ്ങളും ആ വിഷയത്തിൽ അങ്ങനെയൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്ന് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സഹോദരൻ സാമ്പത്തികമായ സഹായം ചോദിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിനു വേണ്ടിയുള്ള ഒരു സംഭാവനകൾ സ്വരൂപിക്കുന്നുണ്ട്. പരമാവധി സഹകരിക്കുക. പടച്ചറപ്പ് നമ്മൾ നിർവഹിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അർഹമായ പ്രതിഫലം നൽകി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ റമദാനിന്റെ രാപ്പകലുകളിൽ ഞങ്ങൾ നിർവഹിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. വല്ല അപാകതകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ പരലോകത്തിലേക്ക് മാറ്റിവെക്കാതെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. നോമ്പുകാർക്കായി തയ്യാറാക്കി വെച്ച റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സലാമുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.